സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. എത്ര രൂപ വരും? 600 രൂപ 700. ബോട്ട്സ് ഉണ്ട്. പിന്നെ ഒരാളല്ലേ 2-3-4 പേര് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ഒരു കട ഉദ്ഘാടനമാണ് കേട്ടോ. നമ്മുടെ ദാസ് ഓട്ടോമൊബൈൽസിൻ്റെ ഒരു സ്പെയർ പാർട്സും കടയിൽ വിൽക്കുന്ന ഒരു 30 വർഷം പാരമ്പര്യമുള്ളതാണ്. പണ്ടൊരു 30 വർഷം മുമ്പ് സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ ചേർത്തലയിലെ ഏറ്റവും നമ്പർ 1 ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കിട്ടുന്ന കട എന്ന് വെച്ചാൽ നമ്മുടെ ദാസ് ഓട്ടോമൊബൈലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒത്തിരി ഇതൊക്കെ മാറ്റം വന്നു. എന്ന് വെച്ചാൽ 1X എന്ന് പറയുന്ന ബസ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. 1X എന്ന് പറയുന്നത് നമ്മുടെ തിരുവല്ല ബാംഗ്ലൂർ റൂട്ടൊക്കെ ഓടുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഓടുന്ന ബസ്സുകളൊക്കെ നൈറ്റ് ഓടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടൂർ പാക്കേജിനുമായിട്ടുള്ള ഓടുന്ന ബസ്സുകളും അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ അവരുടെ പുതിയ കട ഓപ്പൺ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ചേർത്തല തന്നെയാണ്, എക്സ്റേ ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പറ്റി തന്നെ ഇവരുടെ ഓഫീസും ഈ 1Xൻ്റെ ഓഫീസും ടൂർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ പഴയൊരു കടയായിരുന്നു, നമ്മുടെ റോഡ് വികസനം വന്നപ്പോൾ ഇപ്പുറത്തേക്ക് പടിഞ്ഞാറേക്കിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ കുറച്ച് ഡെവലപ്മെൻ്റൊക്കെ ആയി. അപ്പം ജസ്റ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരുടെ ടൂർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. എത്തി കേട്ടോ, ഇവിടെയാണ്. വണ്ടി ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. സംഭവങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. അതാണ് സംഭവം കട തുടങ്ങിയെന്ന് തോന്നണേ കേട്ടോ. ഇതുണ്ടോ,
കേട്ടോ. നമ്മുടെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞു. മാലയൊക്കെ കിടപ്പുണ്ട്. ജസ്റ്റ് നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. ചേട്ടാ തിരക്കൊക്കെ മാറിയല്ലോ ചേട്ടാ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഇരുന്ന് കേട്ടോ, ഇരുന്നിട്ട് പറയാം. ചേട്ടൻ എത്ര നാളായിട്ടുണ്ട് ഇവിടെ? അക്കൗണ്ടൻ്റ് തന്നെ അല്ലേ? പിന്നെ വേറെ നമ്മുടെ ഇവിടെ എത്ര സ്റ്റാഫുണ്ട്? നമ്മുടെ 3 പേരുണ്ട്. ഓക്കെ. നമ്മുടെ ഇപ്പുറത്ത് എന്തായിട്ടാണ്? ഓഫീസാണോ? ആ, സോളാറിൻ്റെ പേര് ബാറ്ററിയുടെ പരിപാടി ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇലക്ട്രിക് പിന്നെ നമ്മുടെ അപ്പുറത്ത് തന്നെ ഉണ്ടല്ലേ? ആ, വീട് വർഷം. ഇത് 10-30 വർഷമായിട്ടുള്ളൊരു ദാസ് ഇലക്ട്രോണിക്സ്. ആദ്യം ദാസ് എന്നായിരുന്നോ പേര്? അതിനുശേഷം വണ്ടിയൊക്കെ കഴിഞ്ഞാൽ 1X ആയത്. 1Sലാണ് ഇച്ചിരി ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് അല്ലേ? അറിയാം. പണ്ട് ദാസ് എന്നായിരുന്നു. പഴയ ലൈറ്റ് ആട്ടോ. പഴയ ലൈറ്റ് കാണിച്ച് ഇതിൻ്റെ പുതിയ കിട്ടിയായിരുന്നോ? ആ, ഓക്കെ ഓക്കെ. ആ, അതിൻ്റെ പുതിയ കേട്ടോ. അത് തീരെ പഴയ ലൈറ്റാണ്. ഏത് സൈസ് പഴയ ലൈറ്റാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇത് മറ്റേ എല്ലയുടെ കേട്ടോ. എല്ലയുടെ ഒറിജിനലാണ്. പിന്നെ അതേപോലെ നമ്മുടെ എല്ലാ ലൈറ്റും പുതിയത് കിട്ടും. മൊത്തത്തിലെന്ന് പറയാം നമ്മുടെ ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇലക്ട്രിക്കൽ പാർട്സ് ടെയിൽ ലാമ്പും കാര്യം ഇതൊക്കെ നോർമൽ എത്ര വരും? ഒരു സെറ്റായിട്ടാണല്ലേ? 2 എണ്ണം നിസാൻ്റെ. ഓക്കെ. ബാക്ക് ഒരു സൈഡ് ആകുമ്പോൾ ഒരു 450 രൂപ. ഇത് LED ടൈപ്പ്. LED ടൈപ്പ് 1000 രൂപ. ഇത് നമ്മുടെ ഹോൺസും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്. ബോട്ട്സ് ഉണ്ട്. എല്ലാവരും 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ ഓക്കെ. പിന്നെ നമ്മുടെ മോട്ടറും കാര്യങ്ങളും. ഇത് സ്റ്റാർട്ടർ മോട്ടർ. ഇത് ക്രെയിൻ്റെ സാധനം 20. ഓക്കെ. പിന്നെ വേറെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റ്. ആ, ഓക്കെ. പിന്നെ ഇങ്ങോട്ടൊക്കെ മറ്റേ ചെറിയ പിന്നെ ഇതൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ലൈറ്റ് അത് വണ്ടി അറിയല്ല. ആ, ഓക്കെ ഓക്കെ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. മിൻഡയുടെ അല്ലേ? ഓ, വാഗണർ. ഓ, ടൈപ്പ് 5ൻ്റെ. ഓക്കെ ഓക്കെ. 5-6 ടൈപ്പ് ഉണ്ട്. ആ, ഇതിൻ്റെ ബാക്ക് ലൈറ്റ്. ആ, ഇത് സ്വിഫ്റ്റ് ഉണ്ട്. ആ, പിന്നെ നമ്മുടെ സ്ക്രൂ ടൈപ്പും. പിന്നെ ഇതൊക്കെ നമ്മുടെ ഓക്കെ. ഇത് നമ്മുടെ ഇതൊക്കെ നിങ്ങൾ ഇവിടെ വന്നു വെച്ചാൽ റേറ്റ് കാര്യം ചോദിച്ചാൽ മതി. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻസുലേഷനായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ബോൾട്ടും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും ചേട്ടാ LED ഫോഗ്. ഇതൊക്കെ നോർമലൊക്കെ നമുക്കൊരു എത്ര രൂപ വരും? 600 രൂപ 700 രൂപയ്ക്ക് വരും. ആ, പിന്നെ ഇതേപോലത്തെ ലൈറ്റും നമുക്ക്. ഇത് LED ആണോ? സൈഡ് ലൈറ്റ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിലും ചേട്ടാ അത് തന്നെ ലൈറ്റ് ഐറ്റംസ് തന്നെ. ആ, എയർ ഹോൺ കാര്യങ്ങളൊക്കെ 6750. ആ, ഇത് ബസ്സിലൊക്കെ പറ്റിയല്ലേ? ഓക്കെ ഓക്കെ. അത്യാവശ്യം പഴയ പഴയവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച്. ആ, ഈ ഒരു സംഭവം അല്ലേ?
ഓ ഇതിപ്പോ നമ്മുടെ നിലവിൽ നമ്മുടെ ബസ് ഇവിടുത്തെ ബസ് ഇതൊക്കെ വണ്ണസ് ആ ഓക്കെ അല്ല ഇത് ചേട്ടാ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ സെയിം ഇത് സ്റ്റാർട്ടർ ഓൾറൗണ്ടർ സ്പെയർ സ്പെയർ പാർട്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ പിന്നെ കുറച്ച് AC ഐറ്റംസ് ഒക്കെ കൂളിംഗ് കോയിൽ കൂളിംഗ് കോയിലൊക്കെ ആ നമ്മൾ ഫുള്ള് കൂളിംഗ് കോയിൽ ഇത് നമ്മുടെ കാറിൻ്റെ എല്ലാം വരുന്നുണ്ടോ അതോ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഹെവിയുടെ കാർ കാറിൻ്റെ മാത്രം ഓക്കെ ഫിൽറ്റർ ഫിൽറ്റർ ആ പിന്നെ ഇത് റേഡിയേറ്ററിന്റെ ഫാൻ മോട്ടർ ഓക്കെ 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 കൂളിംഗ് കോയിൽ അപ്പോൾ വൈപ്പറിന്റെ അത്യാവശ്യം കാറിന്റെ ഒക്കെ ഉണ്ട് വൈപ്പറിൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് ആണ് കാറിന് ഫാൻ ബെൽറ്റ് ഓക്കെ 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 നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സ്റ്റാർട്ടർ മോട്ടർ പല വണ്ടിയുടെ അല്ലേ പുതിയ ഫ്രഷ് തന്നെ അല്ലേ അങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ ബൾബ് ഐറ്റംസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയത് പിന്നെ ഹെഡ്ലൈറ്റ് എയ്സിൻ്റെ മെഗ എയ്സിൻ്റെ ആണ് പിന്നെ വണ്ടിയുടെ അകത്ത് വെക്കാൻ പറ്റിയ ഇതൊക്കെ നോർമൽ 1000 രൂപയ്ക്ക് താഴെയൊക്കെ ഉണ്ടോ വാറണ്ടി ടൈപ്പ് ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ ഫിലിപ്സിൻ്റെ തന്നെ വൈറ്റ് ലൈറ്റ് അതായത് LED ടൈപ്പ് അല്ലേ പിന്നെ W40 അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്യൂസ് പല ടൈപ്പ് ഉണ്ടല്ലേ എല്ലാ വയസ്സ് ഫീസും ഇത് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന ഫീസും കാര്യങ്ങളൊക്കെയാണ് നോർമൽ ഫീസാണ് നമ്മൾ ലേറ്റസ്റ്റ് പുതിയ ഓക്കെ 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 ഇത് ഇച്ചിരി ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആ ഓക്കെ പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദൈവമേ ഇവിടെ ഒരു ഹോൺ കണ്ടു കേട്ടോ എന്താ വലിയ ഹോൺ സെക്കൻഡ് അല്ല ഏട്ടാ അത് പഴയതാണോ പിന്നെ നമ്മുടെ ഇവിടെ ഗ്രീസ് പല ഐറ്റം ഉണ്ട് അല്ലേ പിന്നെ ആമറൗണ്ട് തന്നെ ഓയിലാണോ ആമറൗണ്ടിന്റെ എഞ്ചിൻ ഓയിലുണ്ട് അടിപൊളി ബാറ്ററി മാത്രമായിരുന്നു ഇപ്പൊ ആമറൗണ്ട് എഞ്ചിൻ ഓയിൽ വരെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ 4 ലിറ്ററിന്റെ ഇതിനൊക്കെ ഏകദേശം എത്ര വരും ചേട്ടാ ഫുൾ സിന്തറ്റിക് ആണോ ഫുൾ സിന്തറ്റിക് ഓയില അപ്പോൾ കാസ്ട്രോൾ പിന്നെ അതേപോലെ എക്സൈഡിൻ്റെ എക്സൈഡിൻ്റെ ഇത് ബാറ്ററി വാട്ടർ കേട്ടോ പിന്നെ ഇതെന്താ ചേട്ടാ ഫ്ലോ ഗ്യാസ് കേട്ടോ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് പിന്നെ ഈ സ്റ്റാർട്ടർ ടോളറേറ്റർ പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് ട്രാവലറിന് പറ്റിയത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റം സാധനം നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളിനും കാറിനും പറ്റിയ എല്ലാ സാധനവും നമ്മുടെ ഈ ഒരു ഡാസ് മോട്ടോർസ് അതേപോലെ നമ്മുടെ ബെൽറ്റ് അതായത് എൻജിനിൽ പുള്ളിങ്ങിൽ അല്ലേ എല്ലാ സാധനങ്ങളും AC-ലും വരുന്ന പുള്ളിങ് എൻജിൻ ഷാഫ്റ്റിലേക്കൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ഈ സ്ഥലം നമ്മുടെ എക്സ്റേ ജംഗ്ഷനിൽ തന്നെയല്ലേ ഇവിടെ സിഗ്നൽ കഴിഞ്ഞിട്ട് ഓക്കെ റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന ഒരു കടയാണ് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കട ബന്ധപ്പെടാവുന്നതാണ് അല്ലേ ഓക്കെ ഇത് നമ്മുടെ ബാറ്ററിയുടെ ഓഫീസാണ് കേട്ടോ ഇതെന്ത് സെക്ഷൻ കേട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെ എത്ര നാളായിട്ടുണ്ടോ അല്ല എന്തൊക്കെയാണ് കേട്ടോ നമുക്ക് ബാറ്ററിയിൽ വരുന്നത് ഇൻവെർട്ടറിൻ്റെ ഉണ്ടല്ലോ ഓക്കെ 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 സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ പുതിയ തന്നെ കൊടുത്തിട്ട് ഡീലറായിട്ട് നമ്മൾ ഏതൊക്കെ ബാറ്ററി ആയാലും മിക്സിൻ്റെയും പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എക്സൈഡ് ഓക്കെ ഓക്കെ അത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ലാതെ നമ്മുടെ വീട്ടിലേക്കുള്ള പർപ്പസിനായിട്ടുള്ളതും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഓക്കെ 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 ഏട്ടാ പാക്കേജിനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ അന്ന് തിരക്കായതുകൊണ്ടൊന്നും ചോദിക്കാൻ പറ്റില്ല ഇവിടെയും മറ്റേ ബാറ്ററി സംബന്ധമായിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ടൂർ പാക്കേജിൻ്റെ ഓഫീസും കാര്യങ്ങളും ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു രാഹുൽ ചേട്ടൻ്റെ അറുപത് നിങ്ങൾ 3 പേരാണോ ഓക്കെ ചേട്ടാ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇരുന്നു ചേട്ടൻ ഇരുന്നു ടൂർ പാക്കേജിൻ്റെ ഒരു സിസ്റ്റം ആണല്ലേ നൈറ്റ് സർവീസ് നമ്മളെ തിരുവല്ല ബാംഗ്ലൂർ തിരുവല്ലയിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ 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 ഇതാണ് കേട്ടോ 1Xൻ്റെ ഓഫീസ് അതായത് നമ്മുടെ ടൂർ പാക്കേജിന് പറ്റി അവിടെ കസ്റ്റമർ വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ് ഫോണിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം ടൂർ പാക്കേജിൻ്റെ മാനേജറായിട്ടാ ചേട്ടൻ്റെ പേരെങ്ങനെയായിട്ടാ ആരമല്ല എത്ര ആളായിട്ടുണ്ടോ 2 വർഷമായി ഒന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 1Xനെ പറ്റി ടൂർ പാക്കേജിനെ പറ്റി
എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ചേട്ടാ, നമ്മൾ ടൂർ പാക്കേജിനുള്ള എത്ര ബസ്സുണ്ട് നമുക്ക്? നിലവിൽ നമ്മൾ ഓടുന്നത് 6 ബസ്സാണ്. 6 ബസ്സാണ് നമ്മൾ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ വരാനുണ്ട്. പിന്നെ ടൂർ പാക്കേജസ് ആയിട്ട് നമ്മുടെ ഗ്ലൈഡർ 2 ഉണ്ട്. പിന്നെ ക്ലാസ് AC ബസ്. നമുക്ക് ബാംഗ്ലൂർ തിരുവല്ല എത്ര എണ്ണം ഉണ്ട്? 4. ആലപ്പുഴ വഴി നൈറ്റും പിന്നെ പകലും ഓടുന്നത്? നൈറ്റ് മാത്രം. ഒരെണ്ണം ചേർത്തല റൂട്ട്, ഒരെണ്ണം കോട്ടയം വഴിയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തിരുവല്ല ബാംഗ്ലൂരൊക്കെ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ടൂർ ചെറിയ വ്യത്യാസം വരും. ഓക്കെ ഓക്കെ. നമ്മുടെ ക്രിസ്മസ് ദീപാവലി വേരിയേഷൻ ഉണ്ട്.